ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നാടൻ ഗ്രീൻ പീസ് കറി എങ്ങനെ വയ്ക്കാമെന്നാണ് കേട്ടോ. അതും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഗ്രീൻ പീസാണ് കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വേറൊരു പാത്രത്തിൽ മാറ്റി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അതിനുശേഷം 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, ഒരു 5 ബീൻസ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ 2 സവാള, ഒരു പച്ചമുളക് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു ജാറിലോട്ട് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് അതിലോട്ട് പാത്രം വെച്ച് കടുക് താളിച്ച് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഉപ്പ് ചേർത്ത് വഴറ്റുക. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് അത് മൂക്കുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് ഈ മസാല അതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഈ പച്ചക്കറികൾ വേകാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. ഒരു 15 മിനിറ്റ് മതി കേട്ടോ, അതിനുള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക, പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. 15 മിനിറ്റ് ആയപ്പോൾ തന്നെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് അതിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പും എല്ലാം അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി നന്നായിട്ട് കുറുകി നല്ല പരുവായിട്ട് കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല മണമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ തന്നെ നമ്മുടെ കറി ഏകദേശം ആയി കഴിഞ്ഞു. നമുക്ക് നല്ല രുചികരമായിട്ടുള്ള അടിപൊളി ഗ്രീൻ പീസ് കറി, നാടൻ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. എരിവ് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം ഇഷ്ടപ്പെടും. ഇത് അപ്പത്തിനൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.